മുഖം മാറ്റത്തിനൊരുങ്ങി കോൺഗ്രസ്. തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടാണ് കേരളത്തിലും കോൺഗ്രസ് അടിമുടി അഴിച്ചുപണിക്ക് ഒരുങ്ങുന്നത്. KPCC പുനഃസംഘടിപ്പിക്കും. നിലവിലെ KPCC പ്രസിഡന്റ് കെ സുധാകരനെ പദവിയിൽ നിന്നും മാറ്റിയേക്കുമെന്നുമാണ് സൂചന. പദവി ഏറ്റെടുത്ത ശേഷം നടന്ന ഉപതിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച സാഹചര്യമടക്കം ചൂണ്ടിക്കാട്ടി പദവിയിൽ തുടരാനുള്ള നീക്കത്തിലാണ് കെ സുധാകരൻ. എന്നാൽ AICC നേതൃത്വം സുധാകരനെ മാറ്റിയേക്കുമെന്ന സൂചനയുണ്ടെങ്കിലും കടുംപിടുത്തം ഉണ്ടാകില്ല. തിരഞ്ഞെടുപ്പ് മുന്നിലുള്ള സാഹചര്യത്തിൽ അത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയേക്കുമെന്ന ആശങ്ക കൂടി കണക്കിലെടുത്താണിത്. കെ സുധാകരൻ ഒഴിഞ്ഞാൽ പരിഗണിക്കുന്നവരുടെ പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ളത് കൊടിക്കുന്നിൽ സുരേഷ് MP പേരാണ്. AICC പ്രവർത്തക സമിതിയിലെ പ്രത്യേക ക്ഷണിതാവാണ് കൊടിക്കുന്നിൽ. കഴിഞ്ഞ ടൈമിലും കൊടിക്കുന്നിൽ സുരേഷിന്റെ പേര് സജീവ ചർച്ചയിലുണ്ടായിരുന്നു. UDF മുൻ കൺവീനർ ബെന്നി ബെഹനാൻ MP, ആന്റോ ആന്റണി MP എന്നിവരുടെ പേരും പരിഗണനയിലുണ്ട്. ഡീൻ കുര്യാക്കോസ്, അടൂർ പ്രകാശ് എന്നിവരുടെ പേരും പരിഗണനയിലുണ്ട്. യുവാക്കൾക്കും സ്ത്രീകൾക്കും മുൻഗണന നൽകിക്കൊണ്ടുള്ള പുനഃസംഘടനയ്ക്കാണ് AICC ഒരുങ്ങുന്നതെന്നാണ് വിവരം. നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാണ് ഈ നീക്കം. അതേസമയം ഉത്തർപ്രദേശിലെ മുഴുവൻ കോൺഗ്രസ് കമ്മിറ്റികളും പാർട്ടി ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പിരിച്ചുവിട്ട വാർത്ത നാം കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു. കോൺഗ്രസ് നേരിട്ട തിരിച്ചടികളിൽ നിന്നും കരകയറാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഈ തീരുമാനം. ജില്ലാ, നഗര, ബ്ലോക്ക് കമ്മിറ്റികളാണ് പിരിച്ചുവിട്ടത്. സംസ്ഥാന നേതൃത്വത്തിൽ അഴിച്ചുപണി നടത്തുകയും പ്രാദേശിക തലത്തിൽ പാർട്ടിയുടെ അടിത്തറ മെച്ചപ്പെടുത്തുകയുമാണ് ലക്ഷ്യം. ലോക്സഭാ തിരഞ്ഞെടുപ്പിലും പിന്നാലെ നടന്ന ഉപതിരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടികളാണ് കോൺഗ്രസ് നേരിട്ടത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥിയെ പോലും മത്സരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പകരം ഇന്ത്യ സഖ്യത്തിലെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. അതേസമയം 2027 നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാണ് നടപടിയെന്നാണ് സൂചന. അയോധ്യ രാമക്ഷേത്രം ഇരിക്കുന്ന മണ്ഡലത്തിലടക്കം വിജയിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാനായത് കോൺഗ്രസിന് പ്രതീക്ഷയായിരുന്നു. നവംബർ 6 ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും അതിന്റെ കീഴിലുള്ള യൂണിറ്റുകളും ഖാർഗെ പിരിച്ചുവിട്ടിരുന്നു. അതേസമയം ലോക്സഭയിലും രാജ്യസഭയിലും ഐക്യമില്ലാതെ ഇന്ത്യ മുന്നണി നിൽക്കുന്ന കാഴ്ചയും ഈ അടുത്ത് കാണാനിടയായി. സമ്പൽ, അദാനി വിഷയങ്ങൾ ഉയർത്തി കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിന് പിന്തുണയുമായി മുന്നണിയിലെ പ്രധാന കക്ഷികളൊന്നും രംഗത്ത് വന്നിരുന്നില്ല. സമ്പൽ, അദാനി വിഷയത്തിലായിരുന്നു ലോക്സഭയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. നടുത്തളത്തിലിറങ്ങി കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ ഇന്ത്യ മുന്നണിയിലെ മറ്റു കക്ഷികൾ കോൺഗ്രസ് പ്രതിഷേധത്തിന്റെ ഭാഗമായില്ല. പാർലമെന്റിന് പുറത്ത് പിന്നീട് പ്രതിഷേധങ്ങൾ അരങ്ങേറിയപ്പോഴും തൃണമൂൽ, കോൺഗ്രസ്, സമാജ്വാദി പാർട്ടികൾ വിട്ടുനിൽക്കുകയാണുണ്ടായത്. മോദിയും അദാനിയും ഒന്നാണ് എന്ന് രേഖപ്പെടുത്തിയ ജാക്കറ്റ് അണിഞ്ഞായിരുന്നു പ്രതിഷേധം. തുടർച്ചയായ പാർലമെന്റ് സ്തംഭനത്തിൽ കോൺഗ്രസിനെതിരെ ഇന്ത്യ സഖ്യകക്ഷികൾ തന്നെ നേരത്തെ രംഗത്തു വന്നിരുന്നു. ഇടതു പാർട്ടികളും തൃണമൂൽ കോൺഗ്രസും NCP, ശരത് പവാർ വിഭാഗവുമാണ് രംഗത്തെത്തിയത്. തുടർച്ചയായ പാർലമെന്റ് സ്തംഭനങ്ങൾ കേന്ദ്ര സർക്കാരിനെ സങ്കീർണമായ പല വിഷയങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ സഹായിക്കുമെന്നാണ് ഇടതു പാർട്ടികളുടെ നിലപാട്. അതുകൊണ്ട് ഈ രീതി മാറ്റണമെന്നും മറ്റു വഴികൾ തേടണമെന്നും കോൺഗ്രസിനോട് ഇടതു പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു. ഏതെങ്കിലും വിഷയത്തിൽ സഭ തടസ്സപ്പെടുത്തുന്നതിന് പകരം ജനങ്ങളെ ബാധിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുകയാണ് വേണ്ടതെന്നായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ നിലപാട്. ജനങ്ങളെ ബാധിക്കുന്ന അടിസ്ഥാന വിഷയങ്ങൾ ഉന്നയിക്കാനായി ഇന്ത്യ മുന്നണിക്ക് സാധിക്കുന്നില്ലെന്ന പരാതി NCPയും ഉന്നയിച്ചിരുന്നു. ഏതായാലും ഇനി മൊത്തത്തിൽ മാറുമെന്നതിൽ ഒരു സംശയവും വേണ്ട.